തള്ളിക്കളയാനാവുക? കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ CPM നിലപാട് സ്വീകരിക്കട്ടെ, അതിനാ ഒരു സ്വാതന്ത്ര്യം. അവിടെയാണ് സമവാക്യങ്ങൾ പ്രശ്നമാകുന്നത്, നിങ്ങളുടെ ശക്തി പ്രധാനമാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ശക്തി വേണ്ട, നിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പ്രസക്തി പ്രധാനമാകുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ നിലപാട് ഏറെ പ്രസക്തമാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു തർക്കവും ആ കാര്യത്തിനകത്ത് വേണ്ട. നമുക്കൊരു നാട്ടിൽ ആരോടും നിങ്ങൾ ചോദിച്ചു നോക്കുക, CPI ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ മാന്യതയുടെയും രാഷ്ട്രീയ സദാചാരത്തിൻ്റെയും രാഷ്ട്രീയ മൂല്യങ്ങളുടെയും കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ പൊതുമനസ്സ് ഇതിനോടൊപ്പം നിൽക്കുന്നു എന്നത് ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. ബോധ്യപ്പെടുന്നവർ അത് ബോധ്യപ്പെടട്ടെ. ഏതൊരു പാർട്ടിക്കും അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം. CPMന്റെ കോട്ടയത്ത് എടുത്തിരിക്കുന്ന നിലപാട് മിനിമം കോട്ടയത്തെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നത് അവിടുത്തെ അനുഭവങ്ങൾ തന്നെയാണ്. ശ്രീ പി പ്രസാദ്, അല്ലല്ല ഒരു നിമിഷം, ശ്രീ പി പ്രസാദ്, ഇവിടെ നിങ്ങളൊരു ഘട്ടത്തിൽ KM മാണിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നീക്കം നടത്തിയല്ലോ. എന്ന് വെച്ചാൽ MN സ്മാരകത്തിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ പന്ന്യൻ AKI സെന്ററിന് മുന്നിൽ പോയി കോടിയേരിയെ കാണുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോൾ മാണിയെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്. തിരിച്ചിറങ്ങി വന്നതിന് ശേഷം അങ്ങനെ ഞാൻ പറഞ്ഞോ എന്ന മട്ടിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു കൽപ്പിത കഥയിൽ അതിലൊരു ഇര എന്ന മട്ടിൽ പെട്ടെന്ന് വേഷം മാറി പ്രതികരിച്ചിട്ട് പോവുകയും ചെയ്തു. നമ്മൾ അങ്ങനെ അതിനെ കണക്ക് കൂട്ടേണ്ടതേയില്ല. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി KM മാണിയെ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു വാക്കിന്റെ അറ്റത്ത് പിടിച്ചിട്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാത്രയുടെ ഉദ്ദേശം എന്താ, അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് MN സ്മാരകത്തിൽ നിന്ന് AK ആ യാത്രയുടെ ഉദ്ദേശവും ആ യാത്രയിൽ താൻ എന്താണ് ഉദ്യമിക്കാൻ പോകുന്നത് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളുടെയും അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ഏതെങ്കിലും മൂലയ്ക്ക് പിടിച്ചിട്ടായിരിക്കും ഇത് പറയുക. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരമൊരു നിലപാടിലേക്ക് എത്തിയിട്ടേയില്ല. പാർട്ടി അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടേയില്ല. ഈ ചർച്ചകളെക്കുറിച്ചൊക്കെ ഏറെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകർ അതേക്കുറിച്ചൊക്കെ അന്നും പരിശ്രമിച്ച് നോക്കിയല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകവും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവോ സ്റ്റേറ്റ് കൗൺസിലോ ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഒരു രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചൊക്കെ തീരുമാനം എടുക്കുക. അല്ലാതെ ഒരാൾ നേരിട്ട് എടുത്തിട്ടില്ല. എടുക്കാത്ത ഘട്ടത്തിൽ തന്നെയാണ് K കരുണാകരന്റെ വീട്ടിൽ പോയി അന്ന് ലഡു വാങ്ങിച്ചു കഴിച്ചത്. K കരുണാകരൻ അദ്ദേഹത്തിന്റെ വോട്ടറായിരുന്നു. ആ വോട്ടർമാരെ എല്ലാം കാണുക എന്നുള്ളതാണ്. ഞങ്ങളല്ല വേറെ ഒന്നും ആ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല. ഒരു വോട്ടർ ആ മണ്ഡലത്തിലെ ഒരു വോട്ടറുടെ അടുത്തേക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവരുടെ എല്ലാ വോട്ടുകൾ വോട്ടർമാരുടെ വീട്ടിൽ പോയി ലഡു കഴിച്ചു. എല്ലാവരുടെയും വീട്ടിൽ പോകാൻ കഴിയുകയില്ല. ഏറ്റവും പ്രമുഖരായ ആളുകളടുത്തേക്ക് ആ പ്രാമുഖ്യം എന്ന് പറയുന്നത് ഒരു വോട്ടർക്ക് കിട്ടുന്നതല്ല. അങ്ങനെ ഞാൻ ഒരിക്കലും സാമാന്യവൽക്കരിക്കല്ല. K കരുണാകരനെ പോലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് പ്രമുഖരായ ആളുകളൊക്കെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ കാണും. പ്രത്യേകിച്ച് നയപരമായ നിലപാടുകളുടെ ഒന്നും പിൻബലമില്ലായിരുന്നു. ഒരു രാഷ്ട്രീയ ലഡു പൊട്ടി അതിന്റെ മാധുര്യം ഇരുവരും ഇരുന്ന് നുകർന്നു. പിന്നെ അത് നിങ്ങൾ തള്ളിപ്പറയുകയും ചെയ്തു. ഇതാണ് അന്നത്തെ യാഥാർത്ഥ്യം. DICയുമായിട്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം മുന്നണി ബന്ധത്തിലേക്ക് അക്കാലത്തും ഒരു ചർച്ചകളും നടന്നിട്ടില്ല. അതിന്റെ ഗുണഭോക്താവായിരുന്നു നിങ്ങൾ. ആ സമയത്ത് അതിന്റെ ഗുണഭോക്താവായിരുന്നു നിങ്ങൾ. അന്ന് CPM പറഞ്ഞില്ലല്ലോ അത് തിരുവനന്തപുരത്തെ ഒരു അശ്ലീലമാണ്, അത് തിരുത്തിയാൽ അത്രയും നല്ലത്. അതൊരു രാഷ്ട്രീയ മുന്നണിയായിട്ട് പരുവപ്പെടുത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോട്ടയത്തും ഉണ്ടായിട്ടില്ല സാർ. കോട്ടയത്തും മുന്നണിയല്ല സാർ. അവിടേക്ക് നോട്ട് ചെയ്ത് ആരാണ്? അവിടേക്ക് നോട്ട് കൊടുക്കുന്ന ആരാണ്? ഈ അഴിമതിക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ജനതയുടെ പിന്തുണയും പിൻബലവും വാങ്ങിച്ചിട്ട് അങ്ങോട്ടേക്ക് കൂട്ടുകൊടുക്കാൻ പോകുന്നത് ആരാണ്? അതാണ് രാഷ്ട്രീയ അശ്ലീലം. രാഷ്ട്രീയ സദാചാരം. ഓരോ സ്ഥലത്തും ഓരോ സാഹചര്യം നോക്കി പ്രവർത്തിക്കുക. ആത്യന്തികമായി UDF ദുർബലപ്പെടാനാണല്ലോ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുന്നത്. UDF ദുർബലപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ പേരിലാവണം. അതെ, ആ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടാവണം. സംഖ്യാശാസ്ത്രപ്രകാരമല്ല ഇടതുപക്ഷ മുന്നണി. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന 80-82 സർക്കാരിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആന്റണി അടക്കം അങ്ങോട്ട് പോയപ്പോൾ എന്നാൽ പിന്നെ KM മാണിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടൊരു പരീക്ഷണം നടത്താം എന്ന് പറയുന്നതിന്റെ പിന്നിലും സംഖ്യാബലമായിരുന്നു. ആ സംഖ്യാബലത്തിന്റെ രാഷ്ട്രീയം എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ അത് പ്രസക്തമല്ലാത്തപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറി എന്ന് പറയുന്നതും മറ്റൊരു തരം അവസരവാദപരമായ നിലപാടാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ കാര്യം, നിങ്ങൾ പേടിച്ചത് പുറപ്പുഴയിലെ വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെടുമ്പോൾ PJ ജോസഫ് പറഞ്ഞ ഒറ്റ വാചകത്തിലാണ്. അത് വെറുമൊരു വാചകമല്ല. അതിൻ്റെ പിൻബലമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ വലിയൊരു വിഭാഗത്തിൻ്റെ മനസാക്ഷിയുടെ ഐക്യപ്പെടലാണ്. അതുകൊണ്ട് KM മാണിയും ജോസ് കെ മാണിയും മാത്രമാണ് ഈ കോട്ടയം നാടകത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും മറുഭാഗത്താണ്. ഈ വീണ്ടും വിചാരമല്ലേ ഇന്ന് KM മാണിയെ കൊണ്ടും പെട്ടെന്ന് മാധ്യമ സമ്മേളനം വിളിച്ച് ഈ നിർഭാഗ്യത്തിലേക്ക് PJ ജോസഫുമായി ഐക്യപ്പെടാൻ പ്രേരിപ്പിച്ചത്?
അതായത് ജയശങ്കർ വക്കീൽ നിഷ്പക്ഷമായി രാഷ്ട്രീയ ചർച്ച നടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ എനിക്ക് പ്രത്യേകം താല്പര്യമാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കേരള കോൺഗ്രസ് 80 പോയപ്പോൾ അണികൾ പോയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. കേരള കോൺഗ്രസും ആൻ്റണി ഗ്രൂപ്പും ഒരുമിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ 80-ൽ പോയപ്പോൾ അണികളെയൊക്കെ നിർത്താൻ കഴിഞ്ഞു, തിരിച്ചു വന്നപ്പോഴും കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഉണ്ടാകുന്നതല്ല മുന്നണി മാറ്റമോ രാഷ്ട്രീയ സാഹചര്യങ്ങളോ. വേണു ഓർക്കുന്നുണ്ടാകും, 2011-ൽ ഞങ്ങൾ കേരള കോൺഗ്രസ് എമ്മും ജെയും തമ്മിൽ ലയിച്ചപ്പോൾ കോൺഗ്രസ് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി. കോൺഗ്രസ് വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവർ യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്തി, ഓഫീസ് തല്ലിപ്പൊട്ടിച്ചു, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഉദാഹരണം പറഞ്ഞാൽ ആ വർഷം ജോസഫ് ഗ്രൂപ്പുമായി 2011-ൽ ലയിച്ചില്ലായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നില്ല. വെറും 2 MLA-മാരുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അന്ന് ബഹുമാനപ്പെട്ട വേണു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അന്ന് രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞത് ലയനത്തിൻ്റെ ഗുണവും ദോഷവും അനുഭവിക്കുന്നവർ കേരള കോൺഗ്രസ് ആയിരിക്കും. സത്യമെന്നുണ്ടായി, ലയനത്തിൻ്റെ ദോഷം കേരള കോൺഗ്രസ് അനുഭവിച്ചു. എന്താ കാര്യം? 15 സീറ്റ് എന്നുള്ളത് 1 സീറ്റ് കൂടുതൽ തന്നില്ല, അതാണ് ദോഷം. ഗുണം ആരും അനുഭവിച്ചു? നമ്മളല്ല, കോൺഗ്രസ് അനുഭവിച്ചു. കാരണം കോൺഗ്രസിന് മുഖ്യമന്ത്രിയും അധികാരവും ലഭിച്ചു. അപ്പോൾ ആ നിലയ്ക്ക് കേരള കോൺഗ്രസിനെ ചെറുതായി കാണാൻ കോൺഗ്രസിനോ മറ്റൊരു കക്ഷിക്കോ കഴിയില്ല. ഇപ്പോൾ ഇവിടെ സി പി ഐ കുറേ ദിവസമായിട്ട് കേരള കോൺഗ്രസിനെ വലിയ അഴിമതിയുടെ പാർട്ടിയായിട്ട് ചിത്രീകരിക്കുക. എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വരാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടില്ല. ഞങ്ങളിപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങളെപ്പറ്റി ആവശ്യമില്ലാത്ത അഴിമതി ആരോപണം CPI ഉന്നയിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. CPI ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ അഴിമതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നെങ്കിൽ ഒന്നാമത്തെ പാർട്ടി CPI ആണ്. CPIയുടെ മുഖ്യമന്ത്രി ശ്രീ PK വാസുദേവൻ നായരുടെ പേരിൽ കൃഷി ചെയ്യാനാണെന്നും പറഞ്ഞാണ് ഇടുക്കിയിൽ സ്ഥലം പതിച്ചെടുത്ത് അവിടെ പാർട്ടി ഓഫീസ് പണിത്. ഞങ്ങളല്ല. പേരയിലെ പിന്നെ വനം മുറിച്ചതിൻ്റെ അഴിമതി ആരോപണം ആരുടെ പേരില്ല ഇന്നും നിൽക്കുന്നു? CPIയുടെ പേരിൽ. MN-നെ കുറിച്ചും അതുപോലെ TV തോമസിനെ കുറിച്ചെല്ലാം ജുഡീഷ്യൽ എൻക്വയറി നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ നോക്കി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ലേ? ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടായി, ആരോപണം ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടായി. ആ എൻക്വയറി റിപ്പോർട്ട് കേരളത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിനകത്ത് MM ഗോവിന്ദൻ നായരെ കുറിച്ചോ TV തോമസിനെ കുറിച്ചോ എന്തെങ്കിലും മോശപ്പെട്ട് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? അന്വേഷണ റിപ്പോർട്ടല്ല, റിപ്പോർട്ടിനെ കുറിച്ച് പറയണം. ശ്രീ സ്റ്റീഫൻ ജോർജ്, നിങ്ങൾ എന്തിനാണ് CPI അധിക്ഷേപിച്ചത്? എന്തിനാണ് KM മാണി എന്ന് പറയുന്നത് CPIക്കാണ് ഭയപ്പാട് എന്ന്? കയറ് കണ്ടത് പാമ്പാണ് എന്ന ഭയം അവർക്ക്. അതുമാത്രമല്ല, നിങ്ങൾ ചെന്നാൽ CPIയുടെ ഗ്രേഡ് കുറയും എന്ന ആശങ്കയാണ് അവർക്കും എന്ന് നിങ്ങൾ പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ്? അല്ല, കഴിഞ്ഞ 2-3 ദിവസമായി ചാനലുകളിൽ നമ്മൾ കാണുന്നൊരു കാര്യം, CPI ജനങ്ങൾ തള്ളിയ, കോടതി തള്ളിയ അഴിമതി ആരോപണങ്ങളെല്ലാം പൊടി തട്ടിയെടുത്ത് അവിടെ നോട്ടെണ്ണുന്ന മെഷീനുണ്ട്, വലിയ അഴിമതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് CPIക്ക് ഇത് പറയാൻ, CPIക്ക് പ്രകോപനം ഉണ്ടാക്കാൻ കാരണം എന്താണ്? ഞങ്ങൾ അങ്ങ് ചെല്ലും എന്ന് CPM ആണ്. അതിൽ നിങ്ങൾ വ്രണിതരായിട്ടുമില്ല. DCC എന്തോ പറഞ്ഞു എന്ന് മാധ്യമങ്ങളിൽ വന്നു, അപ്പോൾ തന്നെ അവിടെ എല്ലാവരും വ്രണിത ഹൃദയരായി. CPIയുടെ നേതാക്കന്മാരാണ് ചാനൽ ചർച്ചകളിൽ പരസ്യമായി ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് പരസ്യമായി ഇത്തരം ആക്ഷേപങ്ങൾ, അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ആരോപിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളെ ഭയപ്പെടുന്നതുകൊണ്ടായിരിക്കും ഇവർ അനാവശ്യമായി അസ്ഥാനത്ത് കേരള കോൺഗ്രസിനെ കുറിച്ച് ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഞങ്ങൾ കരുതിയത് കൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. വന്നാൽ CPI അടുത്ത ഗ്രേഡിലേക്ക് താഴ്ന്നു പോകും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊന്നാനി സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം വരുന്നു. അന്ന് PDPക്കെതിരെ CPI ശക്തമായ നിലപാടെടുത്തു. PDP കേരളത്തിൽ അക്കൗണ്ട് തുറന്നിട്ടുള്ള പാർട്ടിയാണോ? PDPക്ക് കേരളത്തിൽ എത്രമാത്രം ബലമുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? പക്ഷെ PDPയെ ശക്തമായി CPI എതിർക്കുകയുണ്ടായി. അന്ന് PDPയുടെ നേതൃത്വം പറഞ്ഞത് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റാവുന്ന അത്രയും അംഗങ്ങളെ ഉള്ളൂ CPIക്കെന്ന്. ഇപ്പോൾ CPIയുടെ നില എന്താണ്? PDPയുടെ നില എന്താണ്? അപ്പോൾ ആരുടെയെങ്കിലും ബലമോ ദൗർബല്യമോ ഉന്നയിച്ചുകൊണ്ടല്ല ഇത്തരം വിഷയങ്ങളിൽ CPI നിലപാടെടുക്കുന്നത്. അല്ലെങ്കിൽ PDPയോട് ഇത്ര കർക്കശമായ നിലപാടെടുക്കേണ്ടത് എന്തിനായിരുന്നു? അല്ല, ഞങ്ങൾ CPI ചെറിയ പാർട്ടിയാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അവർ വലിയ പാർട്ടിയാണ്.
27 സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടി, 19 MLA-മാരുള്ള പാർട്ടി, അവരുടെ സ്വാധീനം കൊണ്ടാണ് LDF അധികാരത്തിൽ വരുന്നത്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതൊന്നും സംശയമുള്ള കാര്യം. ഞങ്ങൾ ഒരു കാരണവശാലും CPI ചെറുതായി കാണുന്നില്ല. CPI വലിയ പാർട്ടി തന്നെ, ആ കാര്യം സംശയമില്ല. ഞങ്ങൾ അതിൻ്റെ പേരിലല്ലോ. ഞങ്ങളെ എന്തിനാണ് CPI ഇപ്പോൾ എതിർക്കാനുള്ള കാരണമുണ്ടായത്? ഞങ്ങൾ ഏതായാലും LDF-ലേക്ക് പോകുന്നതിനെക്കുറിച്ച് തീരുമാനം പാർട്ടി ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ അനവസരത്തിൽ, ഇപ്പോൾ അതിന് പറയേണ്ട അവസരമല്ലല്ലോ, അനവസരത്തിൽ CPI മേഖലയിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെയും സന്ദർഭത്തിലാണ് അവതരിപ്പിക്കുന്നതെല്ലാം പറയുന്നതെല്ലാം. കോട്ടയത്ത് ഈ വിഷയം ഉണ്ടാകുമ്പോൾ CPIയുടെ നിലപാട് പറയണ്ടേ? CPIയുടെ അഭിപ്രായം പറയണ്ടേ? ആ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അംഗം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്ന? ഒരു രാഷ്ട്രീയ നിലപാടാണ്. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്കകത്തെ പ്രമുഖമായൊരു കക്ഷി മാണി ഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസിന് പിന്തുണ കൊടുക്കുമ്പോൾ അത് ശരിയായില്ല എന്ന് CPIയുടെ നിലപാട് CPI അപ്പോഴും ഇപ്പോഴും പറയുന്നുണ്ട്. അതിനകത്ത് വേറെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയമാണ്? ഒരു നിമിഷം, നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെ വ്യക്തമാക്കുന്നത് പോലെ തന്നെ ഉത്തരവാദപ്പെട്ട ഒരു കർത്തവ്യമാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരുടെ രാഷ്ട്രീയത്തിലെ പിഴവുകളെ ചൂണ്ടിക്കാട്ടേണ്ടതും. തീർച്ചയായും ഞങ്ങൾ ആ നിലപാട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഇത് ശരിയായില്ല എന്ന നിലപാടാണ് CPM കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഈ പിന്തുണ കൊടുത്തത് ശരിയായില്ല, അധാർമികമാണ്, ഈ അവസരവാദ രാഷ്ട്രീയത്തിന് തുല്യം ചാർത്താൻ പാടില്ല ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഭയക്കുന്നു എന്നാണ് മാണി സാർ അടക്കമുള്ള പറയുന്നത്. ഇവിടെ കണക്കല്ല പറഞ്ഞു, ഞാൻ കണക്കിൻ്റെ ഇത് പറഞ്ഞില്ല. ആന അണ്ണാനെ ഭയന്ന് ജീവിക്കുന്നു, ഓരോ ജീവിക്കും ആ ജീവിയുടെ പ്രത്യേകത ഒന്നുണ്ട്, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നതില്ല. അങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുത്താൻ കഴിയുമോ? ഞാൻ MLA-മാരുടെ പിന്തുണയുടെയും പിൻബലത്തിൻ്റെയും അംഗബലത്തിൻ്റെയും മാത്രം തരത്തിൽ പറയുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ ഭയം ഒട്ടുമേ ഇല്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഭയം ഉണ്ടെന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോഴുള്ള വിലയും നിലയും എന്താണ് എന്ന് അറിയും എന്നുള്ളതുകൊണ്ടാണ്. അതൊക്കെ ഇടതുപക്ഷ മുന്നണിക്കകത്തേക്ക് വന്നാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്ന തരത്തിലേക്ക് എത്തും. നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ പാഠമാകണം എന്നേ ഞങ്ങൾ പറയുന്നു. കല്യാണിയിലേക്ക് പോകുന്നു. ഡോക്ടർ ജയശങ്കർ, താങ്കൾ ഉന്നയിച്ച ഈ 80-ലെ രാഷ്ട്രീയ സാഹചര്യമുണ്ടല്ലോ, അന്നിവർ പോകുമ്പോൾ ഇവർക്കൊപ്പം ധാരാളം പേരുണ്ടായിരുന്നില്ല എന്നൊക്കെ, അതിന് ശ്രീ സ്റ്റീഫൻ ജോർജ് മറുപടി പറഞ്ഞു. താങ്കൾക്ക് മറുപടി പറയാം. അതിനു മുമ്പ് ഒറ്റ കാര്യം കൂടി, ചില താരതമ്യങ്ങൾ നിങ്ങളെയും അബദ്ധത്തിലാക്കുമോ എന്നൊരു സംശയമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. 64-ൽ പിളർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അന്ന് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള സോവിയറ്റ് യൂണിയൻ്റെ പിൻബലമുള്ള പാർട്ടി എന്ന് പറയുന്നതും ഔദ്യോഗിക പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടതും CPI ആണ്. പക്ഷേ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിലെ സാഹചര്യം എന്തായിരുന്നു? അപ്പോൾ ആർക്കൊപ്പം എന്നൊരു നിശ്ചിതമായ വർഷം വെച്ചുകൊണ്ട് അളക്കാൻ പോയാൽ അത് അബദ്ധത്തിലേക്ക് പോകും. അല്ല, ഇവിടുത്തെ പ്രശ്നം നമ്മൾ 64 വരെ പോകേണ്ടതില്ല. എൻ്റെ അഭിപ്രായത്തിൽ 1980-ലെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം 1977-ൽ ശ്രീ KM മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അന്ന് പിള്ള ഗ്രൂപ്പ് മറുഭാഗത്താണ്, മാണി ഗ്രൂപ്പ് അന്നത്തെ ഭരണമുന്നണിയിൽ, അതായത് CPIയും RSPയും കോൺഗ്രസുമുള്ള ഭരണമുന്നണിയിലേക്ക് വന്നപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഭരണമുന്നണിക്ക്, അന്നത്തെ ഐക്യമുന്നണിക്ക് വലിയ ശക്തി നൽകി. അതുകൊണ്ടാണ് തിരുവിതാംകൂർ ഭാഗത്ത് മാണി ഗ്രൂപ്പ് അടക്കമുള്ള പാർട്ടികളുടെ ശക്തി കൊണ്ടാണ് ജയിച്ചത്. അത് അന്നത്തെ ഭരണമുന്നണിക്ക് ഒരു അനുഗ്രഹമായി. നേരെ മറിച്ച് മാർക്സിസ്റ്റ് മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി. മറിച്ച് ശ്രീ KM മാണിയുടെ പാർട്ടി ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോൾ, ഞാൻ പറഞ്ഞത് ഇവർ ഐക്യമുന്നണിയിലെ ഒരു സ്വാഭാവിക സഖ്യകക്ഷിയാണ്. ഐക്യമുന്നണിയിലാണ് അവരുടെ തട്ടകം. അവിടെ നിന്ന് മാണിയും അദ്ദേഹത്തോടൊപ്പമുള്ള, മാണി വലിയ നേതാവാണ്, അദ്ദേഹത്തോടൊപ്പം വലിയൊരു വിഭാഗം നേതാക്കളുണ്ടായിരുന്നു. ലോറപ്പൻ നമ്പാടുണ്ടായിരുന്നു, ഓലൂക്കോസ് ഉണ്ടായിരുന്നു, ഒരുപാട് വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരിപ്പുറത്തേക്ക് വരുന്നു. ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതനുസരിച്ച് ആനുപാതികമായ ശക്തി ഇടതുമുന്നണിക്ക് ഉണ്ടായില്ല. ഇടതുമുന്നണിക്ക് വളരെ നേരിയ ഒരു വോട്ട് ഷെയറിലെ വർധനമുണ്ടായുള്ളൂ. നേരെ മറിച്ച് അതുവരെ വലിയ ശക്തിയില്ലായിരുന്ന ജോസഫ് ഗ്രൂപ്പ് ആ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു പ്രബല രാഷ്ട്രീയ ശക്തിയായിട്ട് മാറി. കാരണം എന്താ? ആ കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് കോൺഗ്രസ് ഐയുടെ കൂടെയാണ്. അത് വലതുപക്ഷ പാർട്ടിയാണ്. ആ ഭാഗത്ത് ആ ശക്തി വർദ്ധിച്ചു. മാണി ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ സമാഹൃതമായ ശക്തി ഐക്യമുന്നണിക്ക് കിട്ടി. ഐക്യമുന്നണിയിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു പൊട്ടൻഷ്യൽ എനർജി ഇടതുമുന്നണിയിൽ നിൽക്കുമ്പോൾ മാണി ഗ്രൂപ്പിനോ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ജോസഫ് ഗ്രൂപ്പ് പിന്നെ കുറേ കാലമായിട്ട് ഇതായിട്ട് അക്കംസ്റ്റഡായി പോയ ഒരു പാർട്ടിയാണ്. അവർക്കും ഇടുക്കി ജില്ലയിലെ ശക്തിയുള്ളൂ. അതിൻ്റെ ഒരു കോട്ട കോത്തളത്തിൽ ജോസഫ് ഗ്രൂപ്പിന് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അതൊക്കെ ഒന്നായി അതൊക്കെ നിൽക്കുമ്പോഴും ഇവർക്ക് 77-ലെ ഒരു ശക്തി പിന്നീട് ഒരിക്കലും തെളിയിക്കാൻ പറ്റാതെ പോയത് ഈ മുന്നണി വിട്ട് മുന്നണി മാറുന്ന ഒരു പ്രത്യേകത കൊണ്ടാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ അങ്കലാപ്പാണ് പറയുന്നത്. കേരളത്തിലെമ്പാടും ഇടതനുകൂല തരംഗം വന്നപ്പോഴും ഒരു കോട്ടയായി കോട്ടയം നിൽക്കുന്നു. അതൊരു പ്രത്യേക സഭാവിഭാഗം LDF-മായി അകന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇതേ സഭാവിഭാഗത്തിന് ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യം